Hello, welcome back to Heaven of Storyteller. വാരണാസി. രാവിലെ സമയം 5 മണി. അവിടെ ആ പ്രകാശത്തിന്റെ നഗരത്തിൽ എത്തിയിരിക്കുകയാണ് വേദയും ദർശും പിന്നെ ദേവവും. ദേവന്റെയും ധരണിയുടെയും ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കണം. അവർക്ക് ശാന്തി ലഭിക്കണം. ഇന്നലെ വന്നതാണ് അവർ വാരണാസിയിൽ. ഇന്നലെയാണെങ്കിലോ കാഴ്ചകളെല്ലാം കണ്ട് വാരണാസിയുടെ ഭംഗി ആസ്വദിക്കാനൊന്നും വേദയ്ക്ക് കഴിഞ്ഞില്ല. കാരണം ദർശന്റെ ടീം അവരുടെ കണ്ണുകൾ അവർക്ക് ചുറ്റുമുള്ളത് കൊണ്ട് വേദ അതിന് തുനിഞ്ഞുമില്ല. പക്ഷെ ആ കാഴ്ചകളൊന്നും അവർക്ക് മിസ്സാകരുത് എന്ന ആഗ്രഹം ദർശനുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവൻ താമസിക്കാൻ തിരഞ്ഞെടുത്തത് ബ്രിജ്റാമ പാലസ് ആണ്. ലക്ഷറി മാത്രമല്ല, ആ പാലസിൽ നിന്ന് ഇരുന്ന് നോക്കിയാൽ വാരണാസിയിലെ എല്ലാ കാഴ്ചകളും കാണാൻ കഴിയും. കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ നിന്നോ ടെറസിൽ നിന്നോ നോക്കിയാൽ ഗംഗാ നദിയുടെ അതിമനോഹരമായ ദൃശ്യം കാണാം. പുലർച്ചെ സൂര്യൻ നദിയിൽ നിന്ന് ഉയരുന്നതും വൈകുന്നേരം ആകാശം വർണ്ണാഭമാകുന്നതും ഇവിടെയുള്ള റൂഫ് ടോപ്പ് റെസ്റ്റോറന്റിൽ ഇരുന്ന് ആസ്വദിക്കാം. മാത്രമല്ല, ഈ പാലസ് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ താഴെയുള്ള ഘട്ടുകളിൽ നടക്കുന്ന ആചാരങ്ങൾ, ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ, സന്യാസിമാർ എന്നിവയെല്ലാം ഒരു ചലച്ചിത്രം പോലെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള ഘട്ടുകളിൽ നടക്കുന്ന നിത്യേനയുള്ള ചടങ്ങുകൾ ഇവിടെ നിന്ന് വ്യക്തമായി കാണാം. ഒപ്പം ഗംഗാ നദിയിലൂടെ നിരനിരയായി ഒഴുകുന്ന വഞ്ചികൾ, രാത്രിയിൽ നദികളിൽ ഒഴുകി നടക്കുന്ന വിളക്കുകൾ എന്നിവ അത്രയും ഭംഗിയിൽ കാണാൻ കഴിയും. അത് അത്രമേൽ മനോഹരമാണ്. അതിനാൽ തന്നെ വേദ രാവിലെ എഴുന്നേറ്റിരുന്നു. തലേ ദിവസം രാത്രിയിൽ ഈ കാഴ്ചകൾ അവളുടെ മനസ്സിൽ കയറി പറ്റിയതിനാൽ രാവിലെ തന്നെ ഗംഗയുടെ കാഴ്ചകൾ കാണാം എന്ന ആഗ്രഹത്തിൽ വേദ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പാലസിൽ അത്രയും ഭംഗിയായി ചെയ്തിരിക്കുന്ന ബാൽക്കണിയിലേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു. എന്നിട്ട് ആ കാഴ്ചകളെല്ലാം കണ്ട് മനസ്സ് നിറച്ചു. വേദയ്ക്കുള്ളിൽ വല്ലാത്തൊരു ആശ്വാസം ഉണ്ടായിരുന്നു. വർഷങ്ങളായി മനസ്സിലുള്ള കാര്യങ്ങൾക്ക് അവസാനം ഉണ്ടാവുകയാണ്. അതിങ്ങനെ മനസ്സിൽ നിറഞ്ഞു കിടന്നു. പക്ഷേ ഒരുപാട് ആലോചിച്ചു നിൽക്കാൻ വേദ നിന്നില്ല. പകരം വേഗം കുളിക്കാനായി കയറി. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നാൽ ഹീറ്റർ ഉപയോഗിച്ച് ആ ചൂടുവെള്ളത്തിൽ കുളിച്ചവൾ ഇറങ്ങി. എന്നിട്ട് കട്ടിലിൽ മയങ്ങിക്കിടക്കുന്ന ദർശനെ അവൾ പതിയെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ചെറിയ വെള്ളത്തുള്ളികൾ മുഖത്ത് വീഴുന്നതറിഞ്ഞ ദർശൻ കണ്ണുകൾ തുറന്നു നോക്കി. കുളി കഴിഞ്ഞ് നനഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന വേദയെ കണ്ടതും ദർശ പതിയെ ഉറക്കത്തിൽ നിന്നും കണ്ണുകൾ തുറന്നു നോക്കി. രാവിലെ കണ്ണു തുറക്കുമ്പോഴുള്ള ഈ കാഴ്ച അത് അവനിൽ നിറച്ച ആകാംക്ഷയുടെ ഒരു വല്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു. അതേ ആകാംക്ഷയുടെ കണ്ണുകൾ തുറന്ന് അവൻ വേദയെ നോക്കി. അപ്പോഴേക്കും അവൾ, സമയം പോകുന്നു, വേഗം റെഡിയാകും, ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുളിക്കും, അത്രയും പറഞ്ഞ് വേദ അവനുള്ള ടീ ഓർഡർ ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ദേവുവിന്റെ റൂമിലേക്ക് പോയി. ഇതേ സമയം ദർശ് വേദയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൾ കാണിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എല്ലാം തന്നെ വല്ലാത്തൊരു സന്തോഷം അവനിൽ ഉണർത്തി. എല്ലാ കാര്യങ്ങളും ദർശ സ്വയം ചെയ്യണം എന്ന് ശീലിച്ച ദർശന് അവളെ തൻ്റെതായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ദേവുവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കുളിക്കാൻ വിട്ട ശേഷമാണ് വേദ റൂമിലേക്ക് വരുന്നത്. വരുമ്പോൾ വേദ കാണുന്നത് കുളിക്കാൻ കയറുന്ന ദർശനെയാണ്. അവൻ ബാത്റൂമിൽ കയറി എന്നുറപ്പിച്ച ശേഷം അവൾ തന്റെ സാരിയുമായി ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ലോക്ക് ചെയ്തു. എന്നിട്ട് അവൾ സാരി ഞൊറിഞ്ഞുടുത്തുകൊണ്ട് കണ്ണാടിയിൽ നോക്കി. ശേഷം മിതമായി ഒരുങ്ങിയ ശേഷം അവൾ നെറുകിൽ സിന്ദൂരം തൊട്ട്. എന്നിട്ട് തിരിയുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ദർശനെ അവൾ കണ്ടു. പക്ഷെ അവനെ നോക്കി നിൽക്കാതെ വേഗം റെഡിയാകെ, ഞാൻ ദേവുവിന്റെ റൂമിൽ കാണും, ഇറങ്ങിയാൽ മതി കേട്ടോ, എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന വേദയെ നോക്കി
ദർശ അറിയാതെ തലയാട്ടി. എന്നിട്ട് വേദ ഇറങ്ങി പോകുന്നത് നോക്കി നിന്നു. ആ നിമിഷങ്ങളിൽ ആരെയും മയക്കുന്ന ചിരി അവന്റെ മുഖത്തുണ്ടായിരുന്നു. അത് ചിരിയോടെ ദർശ കണ്ണാടിയിൽ സ്വയം ഒന്ന് നോക്കി. അവന്റെ കണ്ണുകളിലും മുഖത്തും എല്ലാം ഇപ്പോൾ ചിരികൾക്ക് സ്ഥാനമുണ്ടെന്നവൻ അതേ ചിരിയോടെ ഓർത്തു. കുറെ മാസങ്ങൾക്ക് മുമ്പ് ചിരി എന്താണെന്ന് പോലും അവൻ മറന്നുപോയിരുന്നു. ദേഷ്യവും പകയും വെറുപ്പും മാത്രമായിരുന്നു അവന്റെ മുഖത്ത് സ്ഥാനം. എന്നാൽ അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ദർശ തന്റെ മുഖത്തെ മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവനും അതിനെ അത്രമേൽ സന്തോഷത്തോടെ അംഗീകരിച്ചു തുടങ്ങി. കാരണം അവനിപ്പോൾ പ്രണയത്തിലാണ്. അവൻ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട്. യെസ്, ഹിസ് ഇൻ ലവ്. ആ ഓർമ്മയിൽ ചിരിയോടെ അവൻ ബെഡിലായി വേദ വെച്ചിട്ട് പോയ ഷർട്ടും മുണ്ടും എടുത്തു. എന്നിട്ട് അതൊക്കെ ധരിച്ച് ഒന്ന് ഓക്കെ ആയി അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. അവിടെ വേദയും ദേവും നേരത്തെ തന്നെ റെഡിയായി കാത്തിരിപ്പുണ്ടായിരുന്നു. പിന്നെ സമയങ്ങൾ ഒരുപാട് കഴിഞ്ഞില്ല. അവർ വേഗം തന്നെ ഇറങ്ങി. അവരുടെ പാലസിൽ നിന്നും ഗംഗാ നദി കടന്നാണ് കാശിനാഥിന്റെ മുന്നിലേക്ക് പോകുന്നത്. അതിനായി ബോട്ടുകളും തോണികളും അവിടെയുണ്ട്. ദർശന്റെ ആളുകൾ അവർക്കായി തയ്യാറാക്കിയ ബോട്ടിലാണ് അവൻ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. മിനിറ്റുകളുടെ ദൈർഘ്യത്തിൽ അവർ ഗംഗാ നദിക്ക് അപ്പുറത്തെത്തി, കാശിനാഥിന്റെ മുന്നിലേക്ക്. ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ കഷ്ടപ്പെടുന്ന ദേവുവിനെ പിടിച്ചിറക്കിയ ശേഷം ദർശൻ പുറകിൽ നിൽക്കുന്ന വേദയെ അവൾ ചോദിക്കുക പോലും ചെയ്യാതെ അവൻ കൈകളിൽ കോരിയെടുത്ത് സ്റ്റെപ്പിലേക്ക് നിർത്തി. വേദ ഞെട്ടിപ്പോയി അവന്റെ പ്രവൃത്തി കണ്ട്. കാരണം അവളുടെ കണ്ണുകൾ തങ്ങി നിൽക്കുന്നത് അവന്റെ മുഖത്ത് തന്നോടുള്ള പ്രണയം അവൻ പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അതവളിൽ വല്ലാതെ ഒരു വേദനയുണ്ടാക്കി. കാരണം മുന്നോട്ടുള്ള കാര്യങ്ങളായിരുന്നു അവളുടെ ഉള്ളിൽ. ദർശ മുന്നോട്ട് നടക്കുമ്പോൾ വേദയെ അവൻ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. കൈകളിൽ താലവുമായി കടന്നു വരുന്ന വേദയിലായിരുന്നു അവന്റെ കണ്ണുകൾ. ഒപ്പം തന്നെ അവൻ തന്റെ കൈകളിൽ തൂങ്ങി നടക്കുന്ന ദേവുവിനെ ചേർത്ത് പിടിക്കാനും മറന്നില്ല. പിന്നെ സമയങ്ങൾ ഒരുപാട് കാത്തു നിന്നില്ല. ഗംഗാനദിയുടെ തീരത്ത് അവർ ആദ്യം തന്നെ പറഞ്ഞുറപ്പിച്ചു വെച്ചിരുന്ന പൂജാരി അവർ വരുന്നത് കണ്ടതും വേഗം തന്നെ കാര്യങ്ങളിൽ റെഡിയാക്കാൻ തുടങ്ങി. ദർശും ദേവും പൂജാരിയുടെ ആവശ്യപ്രകാരം ഈറനായി വന്ന് അയാൾക്ക് മുന്നിലിരുന്നു. ചടങ്ങുകൾ തുടങ്ങി. പൂജാരി ആവശ്യപ്പെട്ട പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തു. ശേഷം അച്ഛന്റെ അമ്മയും ചിതാഭസ്മവുമായി അവൻ ഗംഗാ നദിയിലേക്ക് ഇറങ്ങി. അവിടെയൊന്ന് മുങ്ങി അവയെ ഒഴുക്കി വിട്ട ശേഷം തിരിഞ്ഞു പോലും നോക്കാതെ കയറി. ദർശന്റെ കണ്ണുകൾ ചുവന്ന് നീറിയിരുന്നു. പക്ഷേ അത് മറ്റാരും ശ്രദ്ധിച്ചില്ല. എങ്കിലും വേദ കണ്ടിരുന്നു. അതിനാൽ തന്നെ വേഗം അവൻ അരികിലേക്ക് വന്നുകൊണ്ട് അവന്റെ കൈകളിൽ പിടിച്ചു. അവളുടെ സ്പർശനം അറിഞ്ഞതും കണ്ണുകൾ ഉയർത്തി അവൻ വേദയെ നോക്കി. അവന് അവളുടെ പ്രവൃത്തിയിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം അവൻ അറിയുന്നുണ്ടായിരുന്നു, ഒരു വാക്കുകൊണ്ട് പോലും പറയാതെ തന്നെ വേദ മനസ്സിലാക്കുന്നത് ദർശന് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൻ വേദയെയും ദേവുവിനെയും കൂട്ടി ആ പടികൾ കയറി പോകുമ്പോൾ പുറകിൽ ഗംഗാ നദിയിൽ ഇനി ചിതാഭസ്മവും കൂടി കലരുമ്പോൾ രണ്ടിൽ നിന്നും ഒരു പുഷ്പങ്ങൾ പതിയെ ഒഴുകി ഒന്നു ചേർന്ന് ഗംഗയ്ക്കൊപ്പം പതിയെ ഒഴുകി തിങ്ങി ഒരുമിച്ച് ശാന്തി കിട്ടിയതുപോലെ. അന്ന് ഒരു ദിവസം വേദ ദർശനോട് ചോദിച്ചിട്ട് ദേവുമായി അമ്പലത്തിൽ എല്ലാ കാര്യങ്ങളും കണ്ടും പ്രാർത്ഥിച്ചും ആ ദിവസം കടന്നു. അതിനൊന്നും താല്പര്യമില്ലാത്തതിനാൽ ദർശ അവർക്കരികിലേക്ക് പോകാതെ തന്റെ ജോലിയിൽ മുഴുകി അവർ വരുന്നതും കാത്തുകൊണ്ട്. ദേവവും വേദയും തിരിച്ചു വരുമ്പോൾ ദർശ ഒരു തുള്ളി പോലും ദേഷ്യം കാണിക്കാതെ ചിരിയോടെ കാര്യങ്ങൾ തിരക്കി. അങ്ങനെ എല്ലാം കഴിഞ്ഞവർ തിരികെ നാട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ വാരണാസിയിൽ നിന്നും മുംബൈയിലെ ദർശന്റെ ബംഗ്ലാവിൽ രാത്രി ദർശന്റെ റൂമിന്റെ ബാൽക്കണിയിൽ തണുത്ത കാറ്റിനെ കൈകൾ വിടർത്തി സ്വയം സ്വീകരിച്ചുകൊണ്ട് ചിരിയോടെ നിൽക്കുകയാണ് വേദ. താങ്ക്സ്. പെട്ടെന്ന് പുറകിൽ ദർശന്റെ സൗണ്ട് കേട്ട വേദ തിരിഞ്ഞു നോക്കി.
മയക്കുന്ന ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ദർശനെ അവൾ ചെറുതായി നോക്കിയിട്ട് ഒന്ന് തലയാട്ടി. ദർശ് അവൾക്ക് അരികിലേക്ക് നീങ്ങി നിന്നു. എന്നിട്ട്, ശരിക്കും നന്ദിയുണ്ട് വേദ. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. തനിക്ക് ഞാൻ എന്ത് നൽകണമെന്ന് എനിക്കറിയില്ല വേദ. കാരണം ഞാൻ ദർശനെ പറയുന്നതിനെ മുഴുവൻ സമ്മതിക്കാതെ വേദ, ഞാൻ എന്ത് ചോദിച്ചാലും തരുമോ? അവളുടെ വാക്കുകളിലെ സൗമ്യത ഒപ്പം ബലവും മനസ്സിലാക്കിയ ദർശൻ സംശയത്തോടെയാണെങ്കിലും അവൻ തലയാട്ടി. വേദ അവനിൽ നിന്ന് മുഖം മാറ്റിയിട്ട് ദൂരേക്ക് നോക്കിക്കൊണ്ട്, സർ, ഞാൻ ഏറ്റ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി സാറിന്റെ ലൈഫിൽ എൻ്റെ ആവശ്യമില്ല. വേദയുടെ വാക്കുകളിൽ ദർശൻ ഞെട്ടിപ്പോയി. അവന്റെ മുഖത്ത് നിറഞ്ഞ അതേ ഞെട്ടലിൽ വേദ എന്ന് വിളിച്ചു പോയവൻ. വേദ പക്ഷെ സൗമ്യതയോടെ അവനെ നോക്കിക്കൊണ്ട്, സർ, എൻ്റെ ചെറുപ്പം മുതൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. ഇനി ഇനി എനിക്ക് വേണ്ടി ജീവിക്കാൻ തോന്നുന്നു. ഈ ജീവിതത്തിൽ നിന്ന് എനിക്കൊരു മോചനം തന്നൂടെ? ഈ ജയിലിൽ നിന്നും എന്നെ തുറന്നു വിട്ടൂടെ? പറയുമ്പോൾ വേദയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവൾ ദർശനെ നോക്കിക്കൊണ്ട്, എനിക്ക് മടുത്തു. എനിക്ക് ശ്വാസം വിടണം. എനിക്ക് സമാധാനം വേണം. പ്ലീസ്, എനിക്ക് ഇനിയും ഇങ്ങനെ വയ്യ. പ്ലീസ്. പറയുന്നതിനൊപ്പം വേദ കൈകൾ കൂപ്പിപ്പോയി. ദർശ് ആദ്യമായി തകർന്നുപോയി. അവൻ നിറയുന്ന കണ്ണുകളോട് അവളെ നോക്കി നിന്നു. വേദയെ കണ്ടതും പക്ഷെ ദർശൻ മറ്റൊന്നും ആലോചിക്കാതെ അവളെ നെഞ്ചിൽ ചേർത്ത് നിറകൾ ചുണ്ടുകൾ ചേർത്ത് നിന്നു. അതുകൂടെ ആയതും വേദ പൊട്ടിക്കരഞ്ഞു. ശബ്ദത്തിൽ തന്നെ കരഞ്ഞു. അതൊരു തരം പൊട്ടിത്തെറിയായിരുന്നു. കാലങ്ങളായി മനസ്സിൽ ഉണ്ടായിരുന്ന ഭാരം ഇറക്കി വെച്ചതുപോലെ. അതിന്റെ ഫലമായി അവൾ ശക്തമായി തന്നെ കരഞ്ഞു. അവളുടെ ശരീരം വല്ലാതെ ഉലഞ്ഞ പോലെ കരയുന്നുണ്ടായിരുന്നു. നെഞ്ചു പൊട്ടുന്ന വേദനയിൽ ദർശൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. ഇതേ സമയം ദർശൻ കരയുകയായിരുന്നു, അവൻ പോലും അറിയാതെ. ദർശൻ അത്രമേൽ വേദയിൽ പ്രണയത്താൽ അവൻ അവളിലേക്ക് അലിഞ്ഞാൻ തുടങ്ങുന്ന സമയമാണ് വേദ ദർശനിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും അഭിപ്രായം പറയും. തുടരുന്നു.